ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വലിയ ഒരു ബൈബിളാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിൽ 66 പുസ്തകങ്ങളാണ് ഉള്ളത്. അതിൽ പഴയ നിയമമെന്നും പുതിയ നിയമമെന്നും ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ, അങ്ങനെ ടോട്ടൽ 66 പുസ്തകങ്ങൾ. ഈ 66 പുസ്തകങ്ങളും ഒരു അച്ചടി യന്ത്രത്തോടു കൂടിയല്ല ഈ ബൈബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. സ്വന്തം കൈകൾ കൊണ്ട് എല്ലാ പുസ്തകങ്ങളും എഴുതി തിട്ടപ്പെടുത്തി ഭംഗിയായിട്ട് ക്രമീകരിച്ച ഒരു ബൈബിളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ വലിയ ബൈബിൾ. എന്തായാലും ഈ പുസ്തകം എഴുതിയ ആൾ നിസ്സാരക്കാരനല്ല. ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെയും ഒരുപാട് സമയം ചെലവഴിക്കലിൻ്റെയും അധ്വാനം ഈ ബൈബിൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. സത്യത്തിൻ്റെ ഈ വേദപുസ്തകത്തിൻ്റെ ഓരോ പേജും മറിക്കും തോറും ഞങ്ങളോട് തന്നെ ഓരോ ചോദ്യമായിരുന്നു. ഇതെങ്ങനെ സാധിച്ചു? ഇത്രയും സമയം ചിലവഴിച്ച് ഒരാൾക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിനകത്ത് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരുന്നു.